അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും കോരങ്ങത്തേക്കുള്ള വഴി 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഏത് കേസും വിജയിക്കുന്ന ഒരു മക്കാമുണ്ട്. ഇന്ന് നമ്മൾ സിയാറത്ത് ചെയ്യുന്നത് തിരൂർ കല്ലിങ്ങൽ കുഞ്ഞിൻ ഷഹീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിലേക്കാണ്. സഫർ 3-നാണ് വഫാത്ത് എന്ന് അഭിപ്രായമുണ്ട്. കറക്റ്റ് ഡേറ്റ് ആർക്കും അറിയുന്നവരില്ല. ഇവിടെ ഇസ്ലാമിനെയും മുസ്ലിം സമൂഹങ്ങളെയും ആക്രമിക്കാൻ തയ്യാറെടുത്തു വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ മമ്പുറം സയ്യിദ് അലവിത്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കുഞ്ഞീൻ തിരൂർ കല്ലിങ്ങലിൽ നിൽക്കട്ടെ എന്ന് പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ കുഞ്ഞീൻ ഷഹീദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തിരൂർ കല്ലിങ്ങലെത്തുകയും ആ നാട്ടുകാർക്ക് വലിയ കാവൽ ഉണ്ടാക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുമായി പോരാടുകയും ആ പോരാട്ടത്തിലെല്ലാം മഹാനവറുകൾ വിജയിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ പരാജയം തുടർച്ചയായി ഏറ്റുവാങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് കോഴിക്കോടുമായി ബന്ധപ്പെടുകയും അവസാനം മഹാനവറുകളെ ഏതെങ്കിലും വിധത്തിൽ വധിക്കുകയും വധിച്ചതിന് ശേഷം മയ്യത്ത് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ വലിയ അഭ്യാസിയായിരുന്ന മഹാനായ കുഞ്ഞീൻ ഷഹീദ് റളിയല്ലാഹു അൻഹു പരാജയപ്പെടുകയും ചെയ്തു. മയ്യത്ത് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകണമെന്ന തീരുമാനത്തിൽ മരിച്ച മയ്യത്ത് അവിടെ നിന്നും പൊന്തുന്നില്ല. അവസാനം തലവെട്ടി എത്തിക്കാൻ കൽപ്പനയായി. തലവെട്ടി അവിടുത്തെ ബ്രിട്ടീഷ് തലവൻ്റെ മുന്നിലെത്തിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതാണോ നമ്മൾ ഇത്രയും കാലം യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതും, ഇതിനെയാണോ നമ്മൾ ഇതുവരെ ഭയപ്പെട്ടതുമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി ആ തലയാണ് സംസാരിക്കുകയും കണ്ണുരുട്ടി നോക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പല കേസുകളുമായിട്ടാണ് ഈ മക്കാമിനെ സന്ദർശിക്കുന്നത്. കേസുകൾ വേഗത്തിൽ തീരുമാനമാകാനും മറ്റു പല പ്രശ്നങ്ങൾക്കും ഒട്ടനവധി ആളുകൾ ഇവിടെ സിയാറത്തിനായി വരുന്നു. മഹാനവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മക്കാമിൽ പോവുകയും അവിടെ നിന്ന് യാസീനെല്ലാം ഹദിയ ചെയ്ത് ദുആ ചെയ്യുകയും ചെയ്യുക. മരിക്കുന്ന സമയം അള്ളാഹു ഈമാനോടുകൂടെ നമ്മെ മൗത്താക്കട്ടെ. ആമീൻ.